ഹായ്, എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഹണി ഗാർലിക് ചിക്കനാണ്. അടിപൊളി ടേസ്റ്റി ആയിട്ടൊരു ചിക്കൻ ഡിഷാണിത്. നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഹണി ഗാർലിക് ചിക്കന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 250 ഗ്രാം എടുത്തേക്കാണ്. എല്ലില്ലാത്ത ചിക്കനാണ് നമുക്ക് ഇതിനാവശ്യം. ഇതിനിപ്പോൾ നമുക്ക് ഇൻഡു മാർക്ക് ചെയ്തെടുക്കണം. ഇൻഡു ആയിട്ട് ഇങ്ങനെ വരഞ്ഞെടുക്കണം. നമ്മുടെ മീൻ വരയുന്നതിൻ്റെ കൂട്ട് തന്നെ വരയാം. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ ചെറിയ കട്ടായി പോരുത്, ചെറിയ വര ഇങ്ങനെ വരഞ്ഞിടണം. എന്നിട്ട് ഇതിനെ നമ്മൾ ക്രോസ് വരയിന് തിരിച്ച് ഒരുപാട് ഡീപ്പായിട്ട് വരരുത്. ഇതുണ്ടോ, ഇങ്ങനെ നമുക്ക് വരഞ്ഞെടുക്കണം. എന്നാലേ നമ്മുടെ ആ മസാല ഇതിനകത്തോട്ട് പിടിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ സെറ്റും ഇങ്ങനെ വരഞ്ഞെടുക്കാം. അപ്പോൾ അടുത്തത് നമുക്ക് ഇതേ പോണക്കും വരഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മളിത് അടിപൊളിയായിട്ട് വരഞ്ഞെടുത്തേക്കാണ്. നല്ലോണം ഇതേണ്ട വരഞ്ഞെടുത്തിട്ടുണ്ട്. ക്രോസ് വരഞ്ഞെടുത്തേക്കാണ്. നല്ലോണക്കും ഇൻഡു മാർക്കിലാണ് വരേണ്ടത്, എന്നാലേ നമ്മുടെ മസാല അതിനകത്തോട്ട് പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ കുരുമുളക് പൊടി എടുത്തിട്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ വിതറി ഇട്ടാൽ മതി. നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ഉപ്പിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തിട്ടാൽ മതി. കൈ വെച്ച് തേച്ച് പിടിപ്പിക്കണം എന്തായാലും. കുറേശ്ശെ ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്താൽ മതി. ഇനി ഇത് എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ടിങ്ങനെ തേച്ച് പിടിപ്പിക്കാം ഉപ്പും കുരുമുളക് പൊടിയും. ഇപ്പം 3 പീസിലും നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും തേച്ച് പിടിപ്പിച്ചേക്കാണ്. അപ്പോൾ നമ്മുടെ 3 പീസിലും നമ്മൾ ഉപ്പും കുരുമുളക് പൊടി അടിപൊളിയായിട്ട് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലോണം തേച്ച് പിടിപ്പിക്കണം. ഉപ്പും കുരുമുളക് പൊടിയാണ്. അപ്പം ഇത് നമ്മൾ വരയുന്ന സമയത്ത് ശ്രദ്ധിച്ചോണം, നല്ല രീതിയിൽ വരയണം. അതിനകത്തോട്ട് നമ്മുടെ ഉപ്പും കുരുമുളക് പൊടിയും കൂടി കയറിയിരിക്കണം, എന്നാലേ നമുക്ക് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനിയിപ്പോൾ ഇതൊരു 15 മിനിറ്റത്തേക്ക് നമുക്ക് മാരിനേഷന് വെക്കാം. അതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് 15 മിനിറ്റ് നേരത്തേക്ക്. ഇനി നമുക്ക് ഒരു ചെറിയൊരു പൊടി ഐറ്റം മിക്സ് ചെയ്തെടുക്കാനുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ മൈദ ഉണ്ടല്ലോ, മൈദ മാവ് ഒരു 4 സ്പൂൺ എടുക്കാം. നമുക്ക് 4 ടീസ്പൂൺ എടുത്താൽ മതി. അപ്പം മൈദ മാവ് 4 ടീസ്പൂൺ എടുക്കുക. കൂടെ തന്നെ അതിനകത്തോട്ട് നമുക്ക് മുളക് പൊടി നമ്മളിപ്പം 1/2 ടീസ്പൂണാണ്. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അതായത് നമ്മുടെ മുളക് പൊടിയും മൈദയും കൂടി ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് നിരത്തിയിടണം. നല്ലോണം ഒന്ന് നിരത്തിയിട്ടിട്ട് ഇതിനകത്തോട്ട് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, ഇതിനകത്ത് ഡിപ്പ് ചെയ്യാൻ പോകണം. നമ്മൾ ഡിപ്പ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്താൽ മതി, ഹാർഡായിട്ട് ഡിപ്പ് ചെയ്യരുത്. ജസ്റ്റ് ഡിപ്പ് ചെയ്താൽ മതി, ഹാർഡായിട്ട് ഡിപ്പ് ചെയ്യേണ്ട. അതുകൊണ്ടോ നല്ലോണം നമ്മളിത് ഡിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മുടെ മാവിനകത്ത് നമ്മൾ ചിക്കനൊക്കെ ഡിപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് ഫ്രൈ പാനിനകത്തോട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ആദ്യമേ നമുക്ക് ബട്ടറാണ്. ബട്ടർ ഒരു 50 ഗ്രാം ബട്ടർ എടുത്തിട്ട് നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് വരട്ടെ, വെയിറ്റ് ചെയ്യാം നമുക്ക്. നമ്മളിപ്പം ബട്ടർ 50 ഗ്രാമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ബട്ടർ അടിപൊളിയായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഡിപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ജസ്റ്റ് ആ മാവൊന്ന് കുടഞ്ഞിട്ട് പതിയെ ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ശ്രദ്ധിച്ചിടണം, കൈയൊന്നും പൊള്ളിക്കരുത്.
3 പീസ് ചിക്കൻ നമ്മൾ ഇട്ട് കൊടുത്തേക്കാണ്. ഇനി ഓരോ സൈഡും നമുക്ക് 5 മിനിറ്റ് വെച്ച് പൊരിച്ചെടുക്കുക, ഒരു 10 മിനിറ്റത്തേക്ക്. നമുക്ക് ഓരോ സൈഡ് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ വരഞ്ഞ് വെച്ച സൈഡാണ് നമ്മൾ തിരിച്ചിടുന്നത്. അപ്പോൾ നമ്മൾ 3 പീസും അടിപൊളിയായിട്ട് തിരിച്ചിട്ടേക്കാണ്. ഇനിയിപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഈ സൈഡ് കടന്ന് നല്ലോണം മുരിഞ്ഞ് വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ട് 2 സൈഡും വെന്ത് വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് ബട്ടർ, നമ്മൾ എടുത്തതിൻ്റെ ബാലൻസ് ബട്ടർ ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിതേ ഒരു 30 ഗ്രാം വെണ്ണയും കൂടി ഇട്ടിട്ടുണ്ട്, നല്ലോണം ഒന്ന് മെൽറ്റ് ആവട്ടെ. അപ്പോൾ നമ്മുടെ ബട്ടർ അടിപൊളിയായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള ഗാർലിക്കാണ്, അതായത് നമ്മുടെ വെളുത്തുള്ളി. അത് ഒരു 10 അല്ലി എടുത്ത് നല്ലോണം ചതച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മസ്റ്റായിട്ട് നമ്മൾ ചതച്ചിട്ട് വേണം ഇടാനെ കൊണ്ട്, ചെറുതായിട്ട് ചതച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ്, ഒരുപാട് വേണ്ട, ഒരു 10 അല്ലി മതി. അപ്പോൾ ഗാർലിക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കാം. ഇത് പതയായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഗാർലിക് ഇപ്പോൾ കാണാത്തത്. ഒരുപാട് ഗാർലിക്കൊന്നും നമുക്ക് വേണ്ട, വളരെ കുറച്ച് മതി. അപ്പം ഒരു ഇച്ചിരി നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം, ഒരു 2 മിനിറ്റ് നേരം ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മൾ ഗാർലിക് നല്ലോണം അതിനകത്ത് മൂത്ത് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് സോയാ സോസ് 1 ടേബിൾ സ്പൂൺ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ സോയാ സോസിൻ്റെ എസൻസ് നമ്മുടെ ചിക്കനകത്ത് നല്ലോണം കയറണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടോണം. നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇത് ഫുള്ള് പതയായിരിക്കും, പക്ഷേ അതിൻ്റെ എസൻസൊക്കെ നല്ലോണം കയറിക്കോളും, ഒരു പ്രശ്നമില്ല. അപ്പോൾ നമ്മളിത് നമ്മുടെ ഗാർലിക്കൊക്കെ ഇട്ട് സോയാ സോസൊക്കെ ഒഴിച്ചും നല്ലോണം തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമ്മുടെ എസൻസൊക്കെ നമ്മുടെ ചിക്കനകത്ത് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത മെയിൻ ഐറ്റമായിട്ടുള്ളൊരു സാധനമാണ് തേൻ. ഞാനിപ്പോൾ ഏകദേശം 5 ടേബിൾ സ്പൂൺ തേൻ എടുത്തിട്ടുണ്ട്, അത് ഇതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. തേൻ ഒഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തേനും കൂടിയൊക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് ഇതങ്ങ് കുറുകും. തേൻ ഒഴിച്ചിട്ട് ശ്രദ്ധിച്ചിളക്കിക്കോണം. തേൻ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊള്ളി അടന്നു പോകും നമ്മുടെ കൈയൊക്കെ. അപ്പോൾ നല്ലോണമൊക്കെ ഒന്ന് മിക്സ് ചെയ്തിടുക. തേൻ ഒഴിച്ചതിന് ശേഷം ഇത് വിനാഗിരിയാണ്, 1 ടീസ്പൂൺ വിനാഗിരി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് വേണം ഒഴിക്കാൻ, അല്ലെങ്കിൽ അത് കിടന്ന് പൊട്ടും. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് നമ്മുടെ ഈ സോസിന് വേണ്ടിയിട്ടാണ് വിനാഗർ നമ്മളിപ്പം യൂസ് ചെയ്തേക്കുന്നത്. അപ്പം വിനാഗിരിയൊക്കെ ഒഴിച്ച് അടിപൊളിയായിട്ട് നമ്മുടെ സോസും ചിക്കനും കൂടി അടിപൊളിയായിട്ട് വെന്ത് വന്നേക്കാണ്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പ്രിങ് ഓണിയൻ ഉണ്ട്. ഈ സാധനമാണ് സ്പ്രിങ് ഓണിയൻ. അത് നമുക്ക് കുറച്ച് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. സ്പ്രിങ് ഓണിയനാണ് ചേർക്കേണ്ടത്, വേറെ ഒന്നുമല്ല ചേർക്കരുത്, വേറൊരു ഇലയും ചേർക്കരുത്. സ്പ്രിങ് ഓണിയൻ തന്നെ ചേർക്കണം, അതാണ് അതിൻ്റെ ടെക്സ്ചറും രീതിയും. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇനി വേറൊരു പരിപാടി ഇല്ലത്, നമ്മുടെ സോസേജും ഗാർലിക് ചിക്കനും ഒക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹണി ഗാർലിക് ചിക്കൻ. അടിപൊളിയായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്തേക്കാണ്. ഇനിയിപ്പോൾ നമുക്കിതങ്ങ് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഹണി ഗാർലിക് ചിക്കൻ നമ്മളിത് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തേക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. തേനിൻ്റെ ആ മധുരവും നമ്മുടെ സോസേജും ആ അരപ്പും എല്ലാം കൂടി അടിപൊളി ടേസ്റ്റിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ സ്പ്രിങ് ഓണിയനും കൂടി ചേർക്കുമ്പോൾ ആ സ്പ്രിങ് ഓണിയന് വേറൊരു ടേസ്റ്റ് ഉണ്ട്, അതിൻ്റെ നാക്ക് തരിക്കുന്നൊരു ടേസ്റ്റ്. അതും കൂടി ആകുമ്പോഴത്തേക്ക് വെറൈറ്റി ഒരു ഡിഷാണ് ഈ ഹണി ഗാർലിക് ചിക്കൻ. അപ്പോൾ നിങ്ങളും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയി വരുന്നിടം വരെ ബൈ ബൈ.